പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 2, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. നമ്മളിന്നും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും കറണ്ട് അഫേഴ്സ് ഒരുമിച്ച് അത് ടെലിഗ്രാം ചാനൽ നൽകുന്നുണ്ട്. അതിപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, അത് ഒന്ന് വായിച്ചു നോക്കുക. അത് നമുക്ക് എപ്പോഴും ഒന്നുകൂടി നമ്മളുടെ കറണ്ട് അഫേഴ്സിലെ ആ ഒന്ന് മനസ്സിലേക്ക് ഇരിക്കുകയും ചെയ്യും. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. മൂന്നാറിനെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് കേരളം. ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രൊജക്ട് 17A കീഴിൽ ഉദയഗിരി എന്ന കപ്പൽ ഇന്ത്യൻ നേവിക്ക് കൈമാറി. ഇന്ത്യ ഫ്രാൻസിന്റെ എക്സസൈസ് ആയിട്ടുള്ള ശക്തി 2025 അവസാനിച്ചു. അതുപോലെ 10 ലക്ഷം ഫുട്ബോൾ ആണ് നൽകാൻ പോകുന്നത് സ്കൂൾ വഴി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, മൂന്നാർ ടു ബി റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. മൂന്നാറിനെ ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമാക്കും. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നത്തെ ഹിന്ദു പത്രത്തിലൊരു വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 കേരളത്തിലെ ഏത് ഹിൽ സ്റ്റേഷനെയാണ് ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കും? മൂന്നാർ. മൂന്നാറിനെ ഒരു ഗ്ലോബൽ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേരള ഗവൺമെന്റ്. വരുന്ന ഡിസംബറോടുകൂടി മൂന്നാറിനെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടി ഏതാണ്ട് 50 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് മൂന്നാറിനെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് ഒരു വർഷം 12 ലക്ഷം ആളുകളാണ് മൂന്നാറിലെ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന ഹോട്ടൽസ് ബുക്ക് ചെയ്യാതെ പോകുന്നവരും അത്രത്തോളം ഉണ്ടാകും. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് മൂന്നാർ. മൂന്നാറിനെയാണ് ഇനി ഗ്ലോബൽ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 ഡിസംബറോടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി മൂന്നാറിനെ ഏത് പേരിൽ പുനർനാമകരണം ചെയ്യും? റെസ്പോൺസിബിൾ ആൻഡ് റെസീലിയന്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഉത്തരവാദിത്തപരവും പ്രതിരോധശേഷിയുമുള്ളതുമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രം. മൂന്നാറിനെ 2025 കൂടി മൂന്നാറിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേരള സർക്കാർ. അതിനെ റെസ്പോൺസിബിൾ ആൻഡ് റെസീലിയന്റ് ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന ലെവലിലേക്കാണ് മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഉദയഗിരി ദ സെക്കൻഡ് ഷിപ്പ് ഓഫ് പ്രൊജക്ട് 17A വാസ് ഡെലിവേർഡ് ടു ദി ഇന്ത്യൻ നേവി. പ്രൊജക്ട് 17A രണ്ടാമത്തെ കപ്പലായ ഉദയഗിരി ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ഏതാണ് പ്രൊജക്ട് 17A ആദ്യത്തെ കപ്പൽ? ഏത് സ്ഥലത്താണ് ഉദയഗിരി എന്ന ഈ ഒരു കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 1 ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത പ്രൊജക്ട് 17A സ്റ്റെൽത്ത് ഫ്രിഗേഡ് രണ്ടാമത്തെ കപ്പലിന്റെ പേര് യാർഡ് 12652 ഉദയഗിരി. ഉദയഗിരി എന്ന കപ്പലാണ് ഇന്ത്യൻ നേവി കൈമാറിയിട്ടുള്ളത് ജൂലൈ 1 ഇത് പ്രൊജക്ട് 17A കീഴിൽ വരുന്ന ഒരു യുദ്ധക്കപ്പലാണിത്. ഉദയഗിരി എന്ന് പറയുന്ന കപ്പൽ ജൂലൈ 1 ഇന്ത്യൻ നേവിയിലേക്ക് ഇത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്, അതായത് നേവിയുടെ ഭാഗമാക്കിയിട്ടുള്ളത്. 31 വർഷത്തെ മഹത്തായ സേവനത്തിന് ശേഷം പഴയ ഉദയഗിരി സ്റ്റീം കപ്പൽ എപ്പോഴാണ് ഡീകമ്മീഷൻ ചെയ്തത്? 2007 ഓഗസ്റ്റ് 24. ഉദയഗിരി എന്ന കപ്പൽ മുമ്പുണ്ടായിരുന്നു. ആ ഒരു കപ്പൽ 31 വർഷമാണ് ഇന്ത്യൻ നേവിക്ക് സേവനം നൽകിയിട്ടുള്ളത്. 2007 ഓഗസ്റ്റ് 24 ഉദയഗിരി എന്ന കപ്പൽ അത് ഡീകമ്മീഷൻ ചെയ്തു. നേവിയിലെ ആ ഒരു സർവീസിൽ നിന്ന് അത് വിരമിച്ചു. 31 വർഷത്തെ സേവനമായിരുന്നു. ആ ഒരു കപ്പൽ ഒരു സ്റ്റീം കപ്പലായിരുന്നു. ഉദയഗിരി എന്ന് പറയുന്ന സ്റ്റീം കപ്പൽ ആണ് 2007 ഓഗസ്റ്റ് 24 ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ അതേ പേരിൽ തന്നെ ഒരു പുതിയൊരു കപ്പൽ ജൂലൈ 1 അതായത് ഇന്നലെ കമ്മീഷൻ ചെയ്തു. 2025 ജൂലൈ 1 ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത പ്രൊജക്ട് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഉദയഗിരിയുടെ രണ്ടാമത്തെ കപ്പൽ ആരാണ് നിർമ്മിച്ചത്? മുംബൈ ബേസ്ഡ് മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഇത് മുംബൈയിലാണ്. ആ ഒരു കപ്പൽ നിർമ്മാണശാലയാണ് പ്രൊജക്ട് 17A കീഴിൽ രണ്ടാമത്തെ കപ്പലായിട്ടുള്ള ഇപ്പോൾ കമ്മീഷൻ ചെയ്തിട്ടുള്ള ഉദയഗിരി എന്ന കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. ജൂലൈ 1 ഇന്നലെ ഇന്ത്യൻ നേവിക്ക് ഈ കപ്പൽ കൈമാറിയിട്ടുള്ളത്. പ്രൊജക്ട് 17A കീഴിലുള്ള ആദ്യത്തെ സ്റ്റെൽത്ത് കപ്പലിന്റെ പേരെന്താണ്? INS നീലഗിരി. INS നീലഗിരി ആദ്യത്തെ കപ്പൽ പ്രൊജക്ട് 17A കീഴിൽ. രണ്ടാമത്തെ കപ്പലാണ് ഉദയഗിരി, ഇന്നലെ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, എക്സസൈസ് ശക്തി 2025 കൺക്ലൂഡഡ് ഓൺ 1 ജൂലൈ 2025.
ശക്തി 2025 എന്ന അഭ്യാസം 2025 ജൂലൈ 1 സമാപിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ശക്തി 2025 എന്ന വ്യായാമം ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ള ഒരു സൈനിക അഭ്യാസമാണ്. ഫ്രാൻസ്. ഇന്ത്യ ഫ്രാൻസിന്റെ ഒരു എക്സസൈസ് ആണ്, ഒരു മിലിറ്ററി എക്സസൈസ് ആണ് എക്സസൈസ് ശക്തി. ഈ വർഷത്തെ എക്സസൈസ് ആണ് എക്സസൈസ് ശക്തി 2025. ഇന്ത്യ ഫ്രാൻസിന്റെ ആർമി എക്സസൈസ്, മിലിറ്ററി എക്സസൈസ് ആണ് എക്സസൈസ് ശക്തി. ഇൻഡോ ഫ്രാൻസ് ആർമി അഭ്യാസത്തിന്റെ 8ാം പതിപ്പായ ശക്തി 2025 ഏത് രാജ്യത്താണ് നടന്നത്? ഫ്രാൻസ്. ഓരോ വർഷം ഓരോ രാജ്യത്താണ് എക്സസൈസ്. ഈ പ്രാവശ്യം ഇത് ഫ്രാൻസിലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സസൈസ്, അത് 7ാമത്തെ എക്സസൈസ്, അത് ഇന്ത്യയിലായിരുന്നു. ഈ പ്രാവശ്യത്തെ എക്സസൈസ് ആണ് എട്ടാമത്തെ ഇൻഡോ ഫ്രഞ്ച് ആർമി എക്സസൈസ് ശക്തി 2025 ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഫ്രാൻസിൽ. ഇൻഡോ ഫ്രഞ്ച് ആർമി അഭ്യാസത്തിന്റെ 8ാം പതിപ്പായ ശക്തി 2025 ഇന്ത്യൻ ആർമിയുടെ ഏത് ബറ്റാലിയനാണ് പങ്കെടുത്തത്? ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ്. ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് പങ്കെടുത്തിട്ടുള്ള എക്സസൈസ് ആയിരുന്നു ഇൻഡോ ഫ്രഞ്ച് ആർമി എക്സസൈസ്. ഓരോ എക്സസൈസ് വരുമ്പോഴും ആർമിയിലെ ഓരോ റെജിമെന്റ്സ് ആണ് പങ്കെടുക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഇൻഡോ ഫ്രാൻസ് എക്സസൈസിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യൻ ആർമിയിലെ ബറ്റാലിയൻ ആണ് ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് റെയിൽവേ മിനിസ്റ്റർ ലോഞ്ചസ് റെയിൽ 1 ആപ്പ്. റെയിൽവേ മന്ത്രി റെയിൽ 1 ആപ്പ് പുറത്തിറക്കി. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 ജൂലൈ 1 എല്ലാ പാസഞ്ചർ റെയിൽവേ സേവനങ്ങളെയും ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമിലേക്ക് ഏകീകരിക്കുന്നതിനായി ആരംഭിച്ച ആപ്പിന്റെ പേര് റെയിൽ 1 ആപ്പ്. റെയിൽ 1 ആപ്പ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ഇതിലൂടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റെയിൽവേ പാസഞ്ചേഴ്സായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ട്രെയിൻ ടൈമിംഗ്, PNR സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഓരോ നിയമങ്ങളും എല്ലാം തന്നെ അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് റെയിൽ 1 ആപ്പ് എന്നത് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജൂലൈ 1 തീയതിയാണ്, അതായത് ഇന്നലെയാണ് റെയിൽ 1 ആപ്പ് എന്ന് പറയുന്ന ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നിലവിലെ റെയിൽവേ മന്ത്രി ആരാണ്? കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ ആണ് അശ്വിനി വൈഷ്ണവ്. ഇദ്ദേഹമാണ് ജൂലൈ 1 തീയതി റെയിൽ 1 ആപ്പ് എന്ന് പറയുന്ന ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം, പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ള ഒരൊറ്റ ആപ്പ് ആണ് ഇനിപ്പോൾ മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത്, റെയിൽ 1 ആപ്പ്. ഇതിന്റെ ലോഞ്ചിങ് ആയിരുന്നു ഇന്നലെ ജൂലൈ 1 തീയതി യൂണിയൻ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 10 lakh ഫുട്ബോൾസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സ്കൂൾ നേഷൻ വൈഡ്. രാജ്യവ്യാപകമായി സ്കൂളുകളിൽ വിതരണം ചെയ്യുന്ന 10 ലക്ഷം ഫുട്ബോളുകൾ. 10 ലക്ഷം ഫുട്ബോൾ ആണ് ഇനിയിപ്പോൾ ഇന്ത്യയിലൊട്ടാകെയായിട്ട് സ്കൂളുകളിൽ നൽകാൻ പോകുന്നത്. ഫുട്ബോളിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. 10 lakh ഫുട്ബോൾസ് ആണ് ഇന്ത്യയിലൊട്ടാകെയുള്ള സ്കൂളുകളിൽ നൽകാൻ പോകുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫുട്ബോൾ ഫോർ സ്കൂളുകളുടെ ഭാഗമായി ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകളിൽ എത്ര ഫുട്ബോൾ വിതരണം ചെയ്യും? ഏകദേശം 10 ലക്ഷം ഫുട്ബോളുകൾ. 10 ലക്ഷം ഫുട്ബോളുകൾ. 10 lakh ഫുട്ബോൾസ് ആണ് നൽകാൻ പോകുന്നത്. ഫുട്ബോൾ ഫോർ സ്കൂൾ എന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം. ഇത് ഇന്ത്യയിലെ എല്ലാ സ്കൂളിലായിട്ടാണ് 10 lakh ഫുട്ബോൾസ് നൽകാൻ പോകുന്നത്. കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഫുട്ബോൾ ഫോർ സ്കൂളുകളുടെ ഭാഗമായി ഫിഫ ഫുട്ബോൾ വിതരണം ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഫിഫ ഫുട്ബോളിന്റെ ഭാഗമായിട്ടുള്ള 10 lakh ഫുട്ബോൾസ് ഇത് എല്ലാ സ്കൂളിലും നൽകുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു നീക്കം. ഇതിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ആണ്. ഇത് നടന്നിട്ടുള്ളത് കൊൽക്കത്തയിലെ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ വെച്ചുള്ള ഒരു ചടങ്ങിൽ വെച്ചാണത്. 10 lakh ഫുട്ബോൾസ് ആണ് ഇന്ത്യയിൽ ഉടനീളമുള്ള സ്കൂളുകൾ വഴി ലഭിക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ഫസ്റ്റ് ഏഷ്യൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗ്. ആദ്യത്തെ ഏഷ്യൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗ്. എന്താണ് ഏഷ്യൻ? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. ഇതിന്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത് ഇന്ത്യയിൽ. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 ജൂലൈ 1 ഇന്ത്യ ഉദ്ഘാടനം ചെയ്ത ആസിയൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗ് എവിടെയാണ് സംഘടിപ്പിച്ചത്? ചെന്നൈയിൽ വെച്ചായിരുന്നു ജൂലൈ 1 തീയതി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയിട്ടുള്ള ഏഷ്യൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗിന്റെ ആ ഒരു കോൺഫറൻസ് നടന്നിട്ടുള്ളത്. ഏഷ്യൻ എന്നാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ.
അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എത്ര അംഗങ്ങളുണ്ട്? 10 രാജ്യങ്ങൾ. 10 രാജ്യങ്ങൾ ആണ് ഏഷ്യൻ എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷനിൽ ഉള്ളത്. ഇതിൽ ഇന്ത്യയില്ല. ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അടങ്ങുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിൽ ബ്രൂണെ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമാർ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ് ആൻഡ് വിയറ്റ്നാം. നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ് ഏഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇന്നലെ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു കോൺഫറൻസിൽ 10 രാജ്യങ്ങളും ഒപ്പം തന്നെ ടിമോർ ലെസ്റ്റെ എന്ന് പറയുന്ന ഒരു രാജ്യവും പങ്കെടുത്തിരുന്നു. 10 രാജ്യങ്ങൾ കൂടാതെ ടിമോർ ലെസ്റ്റെ എന്ന് പറയുന്ന ഒരു രാജ്യം കൂടി പങ്കെടുത്തിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു, കോൺഫറൻസ് ആയിരുന്നു ഇന്നലെ ആരംഭിച്ചിട്ടുള്ള ഏഷ്യൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗ്. 2025 ജൂലൈ 1 ആദ്യത്തെ ആസിയൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗ് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സർബാനന്ദ് സോനോവാൾ ആണ് ജൂലൈ 1 ഈ ഒരു പ്രോഗ്രാം ആസിയൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ചെന്നൈയിൽ ആണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. 2025 ജൂലൈ 1 നടന്ന ആസിയൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗ് ഏത് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ക്രൂയിസ് ടൂറിസം, സമുദ്ര പങ്കാളിത്തം, സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തൽ. 3 ഏരിയസിലേക്കാണ് ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോൺഫറൻസിലൂടെ. ഒന്ന് ക്രൂയിസ് ടൂറിസം, മറ്റൊന്ന് സമുദ്ര പങ്കാളിത്തം, മൂന്നാമത്തേത് സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ്. നമ്മളിന്ന് 17 കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട് ജനറൽ നോളജ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.